എൻ്റെ പപ്പ മമ്മ ആ അവരുടെ ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബെസ്റ്റ് ഫോർ മീ ദാറ്റ്സ് ഗോൾഡ്. മോർ ദൻ ഗോൾഡ്. എനിക്കത് എൻ്റെ പപ്പയുടെ നിന്ന് കിട്ടിയിട്ടില്ല. ഐ വോണ്ട് ഇറ്റ്. അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതപ്പം നിങ്ങൾ പറയും ആക്ടിങ്ങിലൂടെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്, എനിക്കറിയില്ല. ഐ ജസ്റ്റ് വോണ്ട് എൻ അപ്രീസിയേഷൻ ഫ്രം മൈ ഡാഡ് ആൻഡ് ഈ അനിമലിൽ രൺബീർ കപൂർ കൊതിക്കുന്ന പോലെ. മേ ബി ആ ആ ആ സംതിങ് ദേ വോണ്ട് എൻ അപ്രീസിയേഷൻ. ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഉം, പക്ഷെ പപ്പ ഞാനിപ്പം എൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞ് ഉം, MDS ഒക്കെ എടുത്ത് മാസ്റ്ററേറ്റ് എടുത്ത് ഉം, പപ്പയുടെ രീതിയിൽ പോയിരുന്നെങ്കിൽ ഉം, ആ ഒരു സഭാഷ് മേഡം നേരത്തെ കിട്ടിയേനെ. ഉം. പക്ഷെ അവിടെ ഞാൻ ഇച്ചിരി കോംപ്രമൈസ് ഡൈവേർഷൻ ചെയ്തു. എടുത്തു. ആ കാര്യം ഐ വോണ്ടഡ് ദ സഭാഷ് മേഡം ബേസ്ഡ് ഓൺ മൈ ഇൻട്രസ്റ്റ് ഉം, ഉം, ഉം. ആൻഡ് ഐ ഡോണ്ട് നോ എത്ര നാളത് എടുക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല. ഉണ്ടാകണം. ഐ ഡോണ്ട് നോ. ഐ റിയലി ഡോണ്ട് നോ. ഐ റിയലി വോണ്ട് ദാറ്റ് മൈ പപ്പ ടു അപ്രീഷിയേറ്റ് മീ. ദാറ്റ് ഇസ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം. എൻ്റെ ഡ്രീം എൻ്റെ പപ്പ ടു tell that he's very proud of his daughter because I've never made him proud. അതെങ്ങനെ പറയാൻ പറ്റും? I don't know. എൻ്റെ വേസ് ഞാൻ ഇപ്പൊ കൂമൻ ഭയങ്കര വലിയ വിജയമായിരുന്നില്ലേ? എൻ്റെ ഫാദറിനെ സംബന്ധിച്ചോളം അത് വിജയമല്ല. അല്ല, അതൊരു അച്ചീവ്മെന്റ് അല്ല. നത്തിങ് ഇസ് അച്ചീവ്മെന്റ് ഫോർ ഹിം. ഐ ഡോണ്ട് നോ. അപ്പൊ ഞാൻ ബ്യൂട്ടി പേഷ്യന്റ് ഒന്നുമല്ല. നത്തിങ് വിഷ്ണു. ഞാൻ ചെയ്തിരിക്കുന്നതല്ല. ഫോർ മൈ ഫാദർ. അപ്പൊ ഇത് വിഷമം ഉണ്ടാക്കില്ലേ? നമ്മളിപ്പോ ഇത് എന്ത് ചെയ്തിട്ടും ഇവിടെ സാധനം വരുന്നില്ല. വിഷ്ണു വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മുമ്പ് ഇന്ന് കരഞ്ഞായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മമ്മീനെ വിളിച്ച് കരഞ്ഞായിരുന്നു. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കോള് വന്ന എൻ്റെ മമ്മിയാ. ഞാൻ കരഞ്ഞിട്ടുണ്ട്. I'm telling this because എനിക്ക് കെമിസ്ട്രി മനസ്സിലല്ലേ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലവ് ആണ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. പക്ഷേ my father's wish was something very different. For me to be made maybe education wise, okay, academic region കുറച്ചും കൂടെ, and then maybe my family might still be orthodox. I still don't know. എൻ്റെ faces ന്റെ പോസ്റ്റർ റിലീസ് ചെയ്തപ്പോ there was a very much issue. ബാക്ക്ലെസ് പോസ്റ്റർ ആയതുകൊണ്ട്. Yes. ഞങ്ങളുടെ പോസ്റ്റർ റിലീസ് ചെയ്തപ്പോ my mom was kind of okay. Mummy was kind of acceptable. പപ്പയും okay ആയിരുന്നു. Many people they actually changed the idea itself. ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടാരെങ്കിലും ഗ്രൂപ്പില്ല, അങ്ങനെയൊന്നും ഗ്രൂപ്പിലില്ല. പക്ഷെ അല്ലാണ്ടും ബൈ മൗത്ത് ഉണ്ടല്ലോ. അയ്യോ മോളുടെ പടം ഡേ ഇങ്ങനെ കാണിക്കും. Now what do my parents think? അപ്പൊ അവർക്ക് അവരുടെ ഇൻസൾട്ടാ ഫീൽ ചെയ്യാം. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് എനിക്ക് ഞാൻ മിസ് ഇന്ത്യക്ക് പോയപ്പോഴും ഇതിപ്പോ ഞാൻ പറഞ്ഞതാണ്, when I went to Miss South India or Miss India, people നമ്മൾ ബിക്കിനി ഇടുമ്പോഴും there are many people to criticize you. I don't understand why people are back of this drama again. It doesn't make sense actually. അല്ല, അവർക്ക് അറിയില്ല നമ്മൾ ഒരു സ്പൂൺ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബിക്കിനി ഒക്കെ ഇട്ട് നിൽക്കുന്നുള്ളത്. അത് അവർക്കറിയില്ല. പക്ഷെ at the end of the day we are criticized. We become the bad seed. വീട്ടിലെ ബാഡ് സീഡ് അല്ലെങ്കിൽ എന്ത് വിത്ത്, ഞാൻ അസുരന്റെ 10 മടങ്ങ് എഫക്റ്റ് ഉള്ളൊരു വിത്തായിട്ടാണ് കാണുന്നത്. സോ ഐ ഡോണ്ട് നോ. ബട്ട് എൻ്റെ പ്രവൃത്തികൾ ചിലപ്പം ഹേർട്ട്ഫുൾ ആയിരിക്കാം. അവരുടെ ഇന്റൻഷൻസും അവരുടെ ഡ്രീംസിനെയും ഖണ്ഡിക്കുന്നതായിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ജസ്റ്റ് ഫോളോയിങ് മൈ പാഷൻ. സോ ഐ തിങ്ക് മൈ ഡ്രീം, ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ വിഷ്ണുവിന് മുന്നിൽ നിന്നാണ് പറയുന്നത്. ഞാൻ പറയാണ് വിഷ്ണു, ഐ വോണ്ട് ടു വിത്തിൻ 1 or 2 years, if everything is okay, ഞാൻ ഹെൽത്തി ആണ്, if I'm zinda, if I'm alive, everything is okay, I want to make my appa proud. That is my ultimate aim. Not to make any director or many actor or no. My dream is to make my father say Shabash beta. അത് എന്ന് നടക്കുന്നു അന്ന് ഞാൻ വിഷ്ണുവായിട്ട് അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടാവും പക്ക. എനിക്ക് അന്ന് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടണം. എന്തിനാണ് ഐ മേഡ് ദിസ് ഹാപ്പൻ. ദാറ്റ് ഈസ് മൈ എയിം. ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് മൈ എയിം. അച്ഛന് വാശിയുണ്ടോ? വാശിയല്ല, എനിക്ക് വാശിയായിരിക്കാം. ബിക്കോസ് പപ്പ പറയുമ്പം ഞാൻ കേൾക്കാതെ എൻ്റെ ഇഷ്ടങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്നത്, അതിനെ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് വിഷ്ണു, സത്യമായിട്ടും. വിഷ്ണുവിന്റെ ഒരു ആഗ്രഹമുണ്ട്, അത് വിഷ്ണു ഫോളോ ചെയ്യുന്നു. പേരൻസിനെ സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷെ എന്നാലും ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു. ചില സിനിമയെ കണ്ടിട്ടില്ലേ, കാണിക്കത്തില്ല.
അങ്ങനെ എന്നെ ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എൻ്റെ ഉള്ളിൽ അപ്പോൾ കുറ്റബോധം വരും. ആ. അയ്യോ, ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിച്ച് കൊച്ചു പിള്ളേരായി. ഉം. എൻ്റെ പപ്പയ്ക്കൊരു കൊച്ചുമോനോ കുഞ്ഞിക്കാല്. കൊച്ചുമോനോ കുഞ്ഞിക്കാല്. ആ. അങ്ങനെയല്ല. ഐ എം എ സിംഗിൾ ചൈൽഡ് ഓൾസോ. ഐ ആം ദി ഓൺലി ഹൈറാർക്കി ഓഫ് മൈ ഫാമിലി. ഞാൻ എൻ്റെ പാഷൻ, എൻ്റെ ഇഷ്ടങ്ങൾ പോകുമ്പോഴും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പൊ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവോ? ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ. ഇപ്പം ഹി സ്റ്റോപ്ഡ് ആർഗ്യൂയിങ്. Oh, that's painful. That is the That's most even painful. that is the most painful thing because he stopped arguing. He Why? don't argue anymore. He just say yes to me for everything I say. Imagine. എന്ത് പറഞ്ഞാലും എസ് പറയും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കണ്ണടയ്ക്കും. ആൻഡ് അത് made me realize that how much he loves me. അല്ലേ? He loves me because I'm his daughter. He loves me no matter what she does. Okay, I love her. Let her do. One day she will come back to me. പക്ഷെ എനിക്ക് ആ കം ബാക്ക് ഷുഡ് ബി ദാറ്റ് സബാഷ് ബേട്ട. Phenomenal. എനിക്ക് ഐ വോണ്ട് ടു മേക്ക് ഹിം പ്രൗഡ്. അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. ആൻഡ് ദിസ് തിങ്, ഈ ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയുള്ളൂ, വളരെ കുറച്ച് പേർക്ക്. അവർക്കറിയാം ഐ എം നോട്ട് ദി ബെസ്റ്റ് ഡോട്ടർ. ഐ എം നോട്ട് ദി ബെസ്റ്റ് ഡോട്ടർ. ഓൺ സ്ക്രീൻ ഐ എം നോട്ട് ദി ബെസ്റ്റ് ഡോട്ടർ. ഐ എം നോട്ട് ദി ബെസ്റ്റ് ഡോട്ടർ. ഐ ഹാവ് മൈ ബെസ്റ്റ് ഡാഡ്. ഐ ഹാവ് ദി ബെസ്റ്റ് ഡാഡ്. ആൻഡ് ഐ വോണ്ട് ടു മേക്ക് ഹിം പ്രൗഡ് വൺ ഡേ. I know I'll make him proud one day. And our proud day, the first person to interview me will be Vishnu. നമുക്ക് ഒരു തിയറി ഉണ്ട്. നമ്മൾ മൈൻഡ്ഫുൾ ആയാലാണ് നമ്മൾ ക്രിയേറ്റീവ് ആവുക. നമ്മൾ ക്രിയേറ്റീവ് ആയാലാണ് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുക. സോ മൈൻഡ്ഫുൾ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി ഹാപ്പി ആവണം. മെന്റൽ ഹെൽത്ത് എങ്ങനെയാ? How do you balance? ഇത് ആക്ച്വലി വിഷ്ണു എൻ്റെ ഫേസിൽ ഇന്റർവ്യൂ കണ്ടറിയാം. ഡയറക്ടറിനോട് ചോദിച്ചു, നിലേഷോടും കലേഷിനോടൊക്കെ ചോദിച്ചു, അർജുനോട് നമ്മുടെ കൂടെ, എൻ്റെ കൂടെ സന്ദീപ്, വെരി ബ്യൂട്ടിഫുൾ ആക്ടർ. സോ അദ്ദേഹത്തോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു നിത്യ എന്ന് പറഞ്ഞ കഥാപാത്രം എന്നെ ചെയ്തത്? അപ്പൊ എല്ലാവരും എന്നെ ഒരു നോട്ടമുണ്ട്, 3 പേരും കൂടെ ഒരുമിച്ച്. അതായത് എൻ്റെ റിയൽ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഓക്കെ, എൻ്റെ മൈൻഡ് ഹെൽത്ത് വാസ് വെരി ഡൗൺ. അതുകൊണ്ട് നിത്യ കഥാപാത്രം അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ബിക്കോസ് എനിക്ക് സിങ്ക് ചെയ്യുമായിരുന്നു. ഞാൻ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഡയറക്ടർ പറയും, ആ ഷോർട്ട് റെഡി ആക്കി വെച്ചോ, എന്നാ കറക്റ്റ് വൈബിലെ വരുന്നത്, സെറ്റ് ആക്ഷൻ പറഞ്ഞാൽ മതി. ഇതുപോലായിരുന്നു. അപ്പം ഐ തിങ്ക് മൈ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ആർ സോ ബാഡ് ഇൻ 2003 and 2004. ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ്. അതെനിക്ക് ക്യാമറ മുന്നിൽ പറയാൻ പറ്റില്ല. പക്ഷേ വിഷ്ണു ഇപ്പോൾ ചോദിക്കുമ്പം ഐ എം എ വെരി ഓപ്പൺ പേഴ്സൺ. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പകുതിയിലേറെ കൂടുതൽ പറയും. അതുകൊണ്ട് പറയാം, ലൈക്ക് മൈ ഇമോഷൻ വാസ് വെരി ലോ. ഇപ്പം ലോ ഫേസിൽ പോകുമ്പം നമുക്ക് കറക്റ്റ് സമയത്ത് ഒരു വട്ട് സിനിമ കിട്ടുക, കറക്റ്റ് സൈക്കോ, സെറ്റ് പോലെ സെറ്റ്. അങ്ങനെ അത് ഈസി ഫോർ മീ. എനിക്ക് സിനിമയിൽ ഈ സിനിമ വാസ് ഈസി. ബാക്കി സിനിമയിലൊക്കെ പക്ഷേ ഈ ഡൗൺ ആവുമ്പോ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ജിമ്മ് പോവുക, ചെയ്യാറില്ല. പ്രോട്ടീൻ ഫുഡ് അത് കഴിക്കുക, കണ്ടുകൂടെ? കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള വെള്ളം. വിഷ്ണു എന്നെ കഴിഞ്ഞ സിനിമയിൽ കാണുന്നതാണോ ഞാൻ? അല്ല.